ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ആൻഡ് കോപ്പറേറ്റീവ് വിന്നർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്. കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് മീൻസ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കതിൻ്റെ ഓപ്ഷൻസ് നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. അതായത് ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമെങ്കിൽ പോലും ആ ഒരു ഓപ്ഷൻസ് മെയിനായിട്ട് രണ്ട് ഓപ്ഷൻസ് തമ്മിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് കൺഫ്യൂഷൻ വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യണമെങ്കിലും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. The administrative expenses and loan losses are met out of dash. Okay, option A deposit, option B loan, option C interest income, option D interest spread. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതുപോലെ തന്നെ ലോൺ ലോസൊക്കെ നമ്മൾ മെറ്റ് ചെയ്യുക ഏതെന്ന് എടുത്തിട്ടാന്നുള്ളതാണ്, ഏത് ഇൻകത്തിൽ നിന്നാണ് നമ്മളത് മെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരിക രണ്ട് ഓപ്ഷൻസ് ആണല്ലേ. ഒന്ന്, ഒരു ബാങ്കിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം ഓപ്ഷൻ സി ആൻഡ് ഡി അല്ലേ, കൺഫ്യൂഷൻ ബിറ്റ്വീൻ ഓപ്ഷൻ സി ആൻഡ് ഡി. ഇൻട്രസ്റ്റ് ഇൻകം ഓർ ഇൻട്രസ്റ്റ് സ്പ്രെഡ്. ഇൻട്രസ്റ്റ് സ്പ്രെഡ് നമ്മൾ അങ്ങനെ പരിചയമില്ലാത്തൊരു വേർഡാണ് അല്ലേ. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് ഇപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ഇൻകം ഉണ്ടായിരിക്കും, ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും, അതിന് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചതാണ് ഒരു ബാങ്കിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ഇൻകം. ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചതാണ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് സ്പ്രെഡ്? ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഏൺഡ് ഫ്രം അസറ്റ് മൈനസ് ആവറേജ് റേറ്റ് പെയ്ഡ് ഓൺ ലാബിലിറ്റീസ്. അതാണ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അതിന്ന് അതിൻ്റെ ലാബിലിറ്റീസിന് പെയ്ഡ് ചെയ്യുന്ന റേറ്റ് കുറച്ചതാണ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ട് അതിൻ്റെ ആൻസർ എന്താണ്? ഇൻട്രസ്റ്റ് സ്പ്രെഡാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബാങ്ക് ലാബിലിറ്റീസ്. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ലാർജ് പോർഷൻ ഓഫ് ബാങ്ക് ലാബിലിറ്റീസ്. ഇതിലേതാണ് ബാങ്കിൻ്റെ ലാബിലിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഏതാണ്? ഓൺഡ് ഫണ്ടാണോ, ഡെപ്പോസിറ്റ് ആണോ, ബോറോയിങ് ആണോ, പ്രൊവിഷൻസ് ആണോ? ഓക്കെ, അപ്പോൾ ബാങ്ക് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലൊരു ബോറോയിങ്സ് ആണ് അല്ലേ. ബോറോയിങ്സ് ഇവിടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി. ഡെപ്പോസിറ്റ് ആണോ അതോ ബോറോയിങ്സ് ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്നതാണ്, ബട്ട് ഒരു ബാങ്കിൻ്റെ കേസിൽ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാങ്കിന് ലാബിലിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ 1 lakh ഇട്ടാൽ അത് തിരിച്ചു കൊടുക്കണം, അത് എപ്പോഴും ഒരു ബാങ്കിൻ്റെ എന്താണ് ലാബിലിറ്റി ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ആണ്. ബോറോയിങ് അല്ല, ഡെപ്പോസിറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബാങ്ക് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് deposits are those which can be withdrawn. Option A on request, option B on demand, option C on sanction by manager, option D all of these. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി തമ്മിൽ കൺഫ്യൂഷൻ വരും. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോ. നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക? ഓൺ ഡിമാൻഡ് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വേർഡാണല്ലേ. നമുക്ക് ഓൺ ഡിമാൻഡ് എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുക എന്നുള്ളത്. ബട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതായത് ഓൺ റിക്വസ്റ്റ് ഉണ്ട്, ഓൺ സാങ്ഷൻ ബൈ മാനേജർ ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓൾ ഓഫ് ദീസ് ആണോ, കാരണം റിക്വസ്റ്റ് ചെയ്താലും ബാങ്കിൻ്റെ മാനേജർ സാങ്ഷൻ ചെയ്താലും എല്ലാം നമുക്കത് കിട്ടുന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കും. ഓക്കെ ശരിയാണ്, ബട്ട് ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓൺ ഡിമാൻഡ് ആണ്. ഓക്കെ, സിമ്പിൾ ടേമിൽ ഓൺ ഡിമാൻഡ് ചെയ്ത് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഓൺ ഡിമാൻഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ചിലർക്കെങ്കിലും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലർക്കൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയാവുന്ന ആൻസർ ആയിരിക്കാം. ഓക്കെ, next fourth question, a minor for whom the court has appointed a guardian attains majority on completion of.
ഓക്കെ, ഒരു മൈനർക്ക് വേണ്ടിയിട്ടൊരു ഗാർഡിയനെ ഏത് ഏജിലാണ് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 21 വയസ്സിലാണോ, 20 വയസ്സിലാണോ, 18 വയസ്സിലാണോ, 17 വയസ്സിലാണോ? അപ്പോൾ എല്ലാവരും എന്താ ആൻസർ കൊടുക്കുക? ഓപ്ഷൻ സി 18 ഇയേഴ്സ് എന്നുള്ളതാണ് ആൻസറായിട്ട് കൊടുക്കുക. ബട്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 21 ഇയേഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ എ 21 ഇയേഴ്സാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ കസ്റ്റമർ കീപ് certain valuables or securities with the bank for safe keeping, the bank is a. ഇപ്പോൾ ഒരു കസ്റ്റമർ വാല്യുബിൾസോ സെക്യൂരിറ്റീസോ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് എന്താണ്? ബെയിലി ആണോ, ട്രസ്റ്റി ആണോ, ഓൺലി എ ആണോ, അതോ ബോത്ത് എ ആൻഡ് ബി ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അറിയാം. ഓപ്ഷൻ എ ബെയിലിയാണ്. പക്ഷേ കറക്റ്റ് ആൻസർ അറിഞ്ഞാൽ പോലും പലരും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കും. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആയിരിക്കില്ല അവർ പ്രൊവൈഡ് ചെയ്യുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓപ്ഷൻ എ തന്നെ അവർ കറക്റ്റ് ആൻസറായിട്ട് കൊടുത്തിരിക്കാം. പക്ഷേ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ബെയിലിയാണ്. കാരണം സെക്യൂരിറ്റീസൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ വാല്യുബിൾസൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ ബാങ്ക് ബെയിലും കസ്റ്റമർ ബെയിലറുമാണ്. ബെയിലി ബെയിലറാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. കാരണം പല എക്സാംസിനും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റി എന്ന് പറയുന്നത് അതുപോലെ ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ട്രസ്റ്റിയും ചെയ്യുന്നില്ല. ഒരു വിശ്വസ്തനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ഓക്കെ, ഓപ്ഷൻ എ അല്ല, രണ്ടും വരും. ട്രസ്റ്റിയാണ്, ബെയിലിയാണ്. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂസിങ് ഫാക്ട്സിൽ വരുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് റിലേഷൻഷിപ്പ് ഈസ് ക്രിയേറ്റഡ് വെൻ ദ ബാങ്ക് കളക്ട് എ ചെക്ക് ഈസ് ക്ലിയറിങ്. അപ്പോൾ ചെക്ക് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് ബാങ്ക് ചെക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഹോൾഡർ ഫോർ വാല്യൂ, കളക്ടിങ് ബാങ്ക് ആൻഡ് ഹോൾഡർ, ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ, ക്ലിയറിംഗ് മെമ്പർ ആൻഡ് പ്രിൻസിപ്പൽ. ഇവിടെ ഏതാണ് ആൻസർ? അതായത് ഏജൻസി സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഏജൻസി സർവീസ് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാനല്ലേ. കളക്ടിങ് ബാങ്ക് ആൻഡ് ഹോൾഡർ ആൻസർ എല്ലാ ആൻസറും ഏകദേശം കറക്റ്റാണ്. പക്ഷേ അവിടെ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് മൈൻഡിൽ വയ്ക്കുക. ചെക്കിങ് ക്ലിയറൻസ് ഏജൻസി ഫംഗ്ഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നീട് ഇപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് അൺനോൺ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതായത് നമ്മളിതുവരെ ഫെമിലിയർ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് ഫെമിലിയർ അല്ലാത്തത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.